പാകിസ്ഥാൻ വാതിലടച്ചപ്പോൾ ഇന്ത്യയുമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാന്റെ വ്യവസായ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നവംബർ 19 ന്യൂഡൽഹിയിലെത്തി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനായി അസീസി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, വേണ്ടിവന്നാൽ ഇന്ത്യക്കൊപ്പം നിന്ന് പാകിസ്ഥാനെ കൂടുതൽ ഉപരോധത്തിലാക്കാനുള്ള പദ്ധതിയും അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള കര അതിർത്തി കടന്നുള്ള വഴികൾ പാകിസ്ഥാൻ അടച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ ഇന്ത്യ സന്ദർശനം. ഈ അടച്ചുപൂട്ടൽ കാരണം പഴങ്ങൾ പോലുള്ള അഫ്ഗാൻ കയറ്റുമതിക്ക് കനത്ത നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ തങ്ങളുടെ വ്യാപാരികളോട് പാകിസ്ഥാനെ ആശ്രയിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപാരം വൈവിധ്യവൽക്കരിക്കാൻ താലിബാൻ ഭരണകൂടം അടുത്തിടെ ഉപദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള അസീസിയുടെ നീക്കം നിർണായകമാണ്. അസീസിയെ ന്യൂഡൽഹിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന് അഫ്ഗാൻ വ്യവസായ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിക്ക് ഊഷ്മളമായ സ്വാഗതം. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ഉഭയകക്ഷി ശ്രമങ്ങളുടെ ഭാഗമായാണ് അസീസിയുടെ ഈ യാത്ര. ഒക്ടോബറിൽ മുത്തഖിയുടെ സന്ദർശന വേളയിൽ ധാതുക്കൾ, ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യാൻ ഒരു ഉഭയകക്ഷി വ്യാപാര സമിതി രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. പാകിസ്ഥാനുമായുള്ള പ്രധാന വ്യാപാര പാതകൾ അടച്ചതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ബദൽ വ്യാപാര മാർഗങ്ങൾ സജീവമായി അന്വേഷിക്കുകയാണ്. പാകിസ്ഥാൻ ക്രോസിംഗുകൾ അടച്ചത് കാരണം ഇരു രാജ്യങ്ങളിലെയും വ്യാപാരികൾക്ക് ഇതിനകം $100 മില്യൺ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നഷ്ടം സംഭവിച്ചാൽ പോലും ഞങ്ങൾ അത് സ്വീകരിക്കുന്നു, കാരണം ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്നും നൂറുദ്ദീൻ അസീസി നേരത്തെ പറഞ്ഞിരുന്നു. ഇറാനിലെ ചബഹാർ തുറമുഖം, ചൈനയിലേക്കുള്ള വഖാൻ ഇടനാഴി, മധ്യേഷ്യൻ കേന്ദ്രങ്ങൾ, പ്രത്യേക വ്യോമ ഇടനാഴികൾ എന്നിവയാണ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചറിഞ്ഞ ബദൽ വ്യാപാര മാർഗങ്ങൾ. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന ഒരു സുസ്ഥിരമായ വാണിജ്യപാത രൂപപ്പെടുത്താനാണ് അസീസി ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും നീക്കങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.